ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൻ. അപ്പോൾ നമുക്കിന്നിവിടെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിനും പിന്നെ ഡിന്നറിനും ഒക്കെ നല്ലൊരു റെസിപ്പിയാണ്. എന്ന് വെച്ചാൽ ഓട്സ് കൊണ്ടാണ്. ഓട്സ് കൊണ്ട് കുറേ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് കുറച്ച് വ്യത്യാസമായിട്ട് ഒരു ഓട്സ് ഓംലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ 1/2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. വെയിറ്റ് ലോസിനും നല്ലതാണ് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റാണ്. അപ്പം ഞാനിത് പൊടിച്ചിട്ട് വരാം. അപ്പം ഞാൻ ആ ഓട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ പൊടിച്ച ഓട്സ് ഇട്ട് കൊടുക്കാം. ഓട്സ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് ലൂസായിട്ട് കലക്കി വെച്ചാലും അതിൽ ദോശ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. അങ്ങനെ നമ്മൾ വച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മുടെ ഓട്സ് നല്ലപോലെ കുതിർന്ന് നല്ല രീതിയിലായിരിക്കും. ഓക്കെ, കണ്ടോ? അപ്പോൾ ഇത്രയും ലൂസാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 1/2 കപ്പ് ഓട്സിന് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിന് പകരം പാലും ചേർക്കാം കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം, പാലായാലും വെള്ളമായാലും. ഐസ് വാട്ടറോ പിന്നെ ഫ്രീസറിൽ ഫ്രിഡ്ജിൽ വെച്ച പാലോ വേണ്ട. കണ്ടോ, ഇത്രയും കട്ടിയായിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഓട്സ് കുതിർക്കാനായി വെച്ച ഒരു 10 മിനിറ്റ് ഉണ്ടല്ലോ, ആ ടൈം നമുക്ക് വേസ്റ്റ് ആക്കണ്ട. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നേ. നിങ്ങൾക്ക് 2 മുട്ട മതിയെങ്കിൽ അത്രയും മതി. 4 മുട്ട വരെ ചേർക്കാം കേട്ടോ. ഇതിന് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റിക്ക് 4 മുട്ട വരെ ചേർക്കാം കേട്ടോ. എന്നിട്ടിതിൽ ശകലം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിൽ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്തോളാം. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. അപ്പം നല്ലപോലെ ഇത് നമുക്കൊന്ന് അടിച്ച് വയ്ക്കാം. അപ്പം നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും മുട്ടയും കൂടെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇനി ചേർക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ കണ്ടോ, ഒരു 2 ടേബിൾ സ്പൂൺ സവാള കട്ട് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക്, 2 പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. സവാള ഇട്ട് കൊടുക്കാം. കഴിഞ്ഞിട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം കേട്ടോ. ബീൻസ് വേണമെങ്കിൽ അതും ചേർക്കാം. പിന്നെ ചിലർക്ക് ബീൻസ് ചേർത്താൽ ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെയും വലിയ പ്രിയമല്ല. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അതിപ്പോൾ എന്നിട്ട് ഓപ്ഷനിലാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ചേർത്താണ്. അത് വേണമെന്നൊന്നുമില്ല. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ. എന്നിട്ടിപ്പോൾ പച്ചമുളക് ചേർക്കുക, മല്ലിയില. ഓക്കെ, അപ്പം നമ്മൾ ഇതൊക്കെ ചേർത്തു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കുറച്ച് മതി കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഓട്സ് 1/2 കപ്പേ എടുത്തിട്ടുള്ളൂ. അത് കാരണം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ പോലും ചേർത്തില്ല, അതിനും കുറവാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പെപ്പർ പൗഡർ അതിൽ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഇതിന് കൂടുതൽ എരിവിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് നമുക്ക് കറി മസാല പൗഡർ വേണമെങ്കിൽ ശകലം ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനൊരു 1/4 ടീസ്പൂൺ കറി മസാല പൗഡർ ചേർക്കുന്നത്. പിന്നെ ചിലരാണെങ്കിൽ ഓറിഗാനോ ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഓറിഗാനോ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം എല്ലാവരുടെ കയ്യിലും എപ്പോഴും വീട്ടിൽ ഓറിഗാനോ ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ചെയ്യാനൊന്നും ഇരിക്കേണ്ട. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ ഇട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം.
ഇപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നമ്മുടെ ഓട്സിൽ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടല്ലോ ഓട്സ് അതിന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് ഓട്സിൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഓട്സ് വെച്ച് കൊടുക്കാം. കണ്ടോ, ഓട്സ് നല്ലപോലെ കട്ടിയായിട്ടുണ്ട്. നമ്മൾ തീരെ ലൂസായിട്ടാണത് കലക്കി വെച്ചത്. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഉപ്പിൻ്റെ അളവ് നോക്കിക്കോണേ. അപ്പോൾ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വന്നിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് കേട്ടോ. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ബെസ്റ്റാണേ. പിന്നെ ഇതൊരു വെയിറ്റ് ലോസ് റെസിപ്പിയും കൂടെ ആണല്ലോ. ഡയബറ്റിക് പേഷ്യൻറ്റിന് നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഇത് നമുക്ക് 2ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം, ഇല്ല ഒരു ഓംലെറ്റായിട്ടും ചെയ്യാം. അപ്പോൾ ഓയിലൊന്ന് ചൂടാകട്ടെ. ഞാൻ ഓയിൽ ചൂടായോ നോക്കിയതാണേ, ചൂടായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് 2ആയിട്ട് ഒഴിക്കാം കേട്ടോ. വെച്ചാൽ ഒന്നായിട്ട് ഒഴിച്ചാൽ തീരെ അങ്ങ് വലുതായി പോകും. ഓക്കെ, അപ്പോൾ ഫ്ലെയിം തീരെ കുറച്ച് വെക്കണേ. കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഇത് കുക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമുക്ക് മറിച്ചിടണം. ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു വശം വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറുവശവും കൂടെ വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് വെച്ചാൽ മതി. നമ്മളിങ്ങനെ അത് തുറന്ന് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ മറുവശവും വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു കണ്ടോ ഇങ്ങനെ നോക്കി അറിയാൻ പറ്റും. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ കണ്ടോ നമ്മുടെ ഓട്സും എഗ്ഗും കൂടെയുള്ള ഓംലെറ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്, ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും കഴിക്കാൻ പറ്റും, വയസ്സുകാർക്കായാലും കൊച്ചുകുട്ടികൾക്കായാലും പിന്നെ ഡയബറ്റിക് പേഷ്യൻസിനെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.